Hey guys! അപ്പോഴേക്കും നേരം വെളുത്തോ. എന്തൊരു കഷ്ടമായത്, എത്ര പെട്ടെന്നാണ് സമയം പോണത്. വീട്ടമ്മമാരുടെ ഒരു കഷ്ടം. വീട്ടമ്മമാർക്ക് ഈ സമയം പോക്കേ വല്ലാത്ത കഷ്ടമായിപ്പോയി. എപ്പോഴും പെട്ടെന്ന് എണീറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. എന്തൊരു കഷ്ടമായത്. ഇത് വിധി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യുക, അല്ലാതെ എന്താ. പല്ലൊക്കെ ഒന്ന് തേക്കാം. പല്ല് തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായ ഇടണോ അതോ എന്ത് കടി വെക്കും? ആർക്കറിയാം. ആദ്യം ഇങ്ങനെ പോയി ഒന്ന് എണീപ്പിക്കണം. ഫസ്റ്റ് മുഖമൊക്കെ ഒന്ന് തുടക്കാം. എന്താ എൻ്റെ മുഖം മുഴുവൻ ടാൻ അടിച്ചിട്ടുണ്ട്. വെയിൽ കൊണ്ടിട്ടായിരിക്കും. ഇനി അടുക്കളയിൽ പോയിട്ട് എന്തുണ്ടാക്കും ഞാൻ? ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. ഇപ്പം തൽക്കാലത്തിന് ഒരു ചായ ഇട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചായ ഇട്ട് കൊടുക്കേണ്ടി വരും, എന്തും കഴിക്കാനില്ലല്ലോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു സാധനവും ഇല്ല. പച്ചക്കറികളും പഴങ്ങളൊക്കെ മേടിക്കണം. ഇപ്പം എന്തായാലും ഒരു കോഫി ഇട്ട് കൊടുക്കാം. കോഫി മേക്കർ തപ്പി കിട്ടി. കോഫി മേക്കറിൽ ഈ കപ്പ് ആയിരിക്കാം നല്ലത്. ചായ എന്തൊരു പെട്ടെന്നാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് വീട്ടമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവും. മോളിഞ്ഞ് എപ്പോഴാ എണീറ്റ് വരണേന്നാവോ. അയ്യോ, ഇതിപ്പോൾ മൂക്കിപ്പോൾ തന്നെ ചായ ഇടണോ അതോ ഇപ്പം ഇട്ടേക്കാം. ഇനി പിന്നെ കൊണ്ട് വയ്യ അടുക്കളയ്ക്ക് വരാൻ. അല്ല, വാവ എണീറ്റോ? ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. വാവ എണീറ്റോന്നൊന്ന് പോയി നോക്കാം. ആദ്യം ചായ ഇടാം. ഈ പാത്രം വരുന്നില്ല. ഇങ്ങനെ എണീറ്റിട്ടുണ്ടാവില്ല, എപ്പോഴും വൈകി എണീക്കും. ആൾക്ക് പിന്നെ അങ്ങോട്ട് കിടക്കാമല്ലോ, ഞമ്മക്കാണല്ലോ പണി. നേരത്തെ എണീക്കണം. എണീറ്റോ? ആദ്യം ഇപ്പോൾ ചായ കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ എണീറ്റിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പായി. എപ്പോഴാച്ചിട്ടാണ് എണീക്കുന്നത്? പോയി നോക്കാം. കുഞ്ഞിൻ്റെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, എണീറ്റെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഈ പാത്രം ഇവിടെ ഇരുന്നോട്ടെ. ഫസ്റ്റ് ഇങ്ങനെ പോയി എണീപ്പിക്കേണ്ടി വരും. ഇയാളെന്താ ഇപ്പോഴും എണീക്കുന്നില്ലല്ലോ ഇങ്ങനെ? നിങ്ങളിപ്പോയി എണീറ്റിട്ടില്ലേ? എണീക്കുന്നേ, നേരം പുലർന്നു. ഒന്ന് എണീക്കുന്നേ. നിങ്ങളല്ലേ നേരത്തെ എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്താ കൂർക്കം വലിച്ച് കിടന്നുടങ്ങാം? എന്തൊരു കഷ്ടാടി, മനുഷ്യന് ഉറക്കം ഇങ്ങനെ കളയല്ലോ നീ. ഇത് നന്നായല്ലോ. എന്നോടല്ലേ ഇങ്ങനെ നേരത്തെ എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ഞാൻ എണീപ്പിച്ചപ്പോൾ ഭയങ്കര കുറ്റല്ലേ? ഞാൻ ഏതായാലും ഇപ്പം എണീറ്റില്ലേ, ഞാൻ പല്ലൊക്കെ ഒന്ന് തേക്കട്ടെ. ഇന്ന് എന്താടി കഴിക്കാന്? ചായ റെഡി ആയോ? കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊന്നുമില്ല. പച്ചക്കറികളും പഴങ്ങളും ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമുക്കൊരു ഷോപ്പിംഗ് പോകണം കേട്ടോ. എനിക്കും കൊച്ചിനും മോൾക്കും നിങ്ങൾക്കൊക്കെ കുറച്ച് ഡ്രസ്സും എടുക്കാനുണ്ട്. ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. എനിക്ക് ചെരുപ്പൊക്കെ മേടിക്കാനുണ്ട്. പോവാടി ഷോപ്പിങ്ങിനൊക്കെ. ഇന്നെന്തായാലും നടക്കില്ല, നാളെ എങ്ങും പോവാ. കുഞ്ഞെണീറ്റില്ലേ, സാധനങ്ങളൊന്നും ഇല്ല കഴിക്കാൻ. ഇനിയിപ്പോൾ കോഫി ഇങ്ങ് തന്നെ. എവിടെ? ടേബിളിന്മേലുണ്ട്. അതിനെന്താ, ഒന്നും നോക്കൂലല്ലോ. ടേബിളിന്മേലുണ്ടാവും.
ആ കിട്ടിയോ? ഞാൻ കുടിച്ചു നോക്കട്ടെ കേട്ടോ. ആ നല്ല കോഫിയാണ്. ഒരു കോഫിയും കൂടി കിട്ടിയാൽ നന്നായിരുന്നു. അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം. നിങ്ങളിപ്പോൾ അവിടെ എങ്ങും പോയി ഇരുന്നോ? ആ ശരിയടി, ഞാനേ അവിടേക്ക് പോട്ടെ. ഇപ്പം എന്തായാലും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആ വാവ എന്താന്നാവോ എണീക്കാത്തത്? മോളെന്താ ഇപ്പോഴും എണീറ്റ് വന്നില്ലേ? അവൾ എണീറ്റ് വന്നോളൂ മനുഷ്യ. അവൾ നമ്മൾ അലാറൊക്കെ കഴിഞ്ഞിട്ട് അവൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എണീക്കലുണ്ടാവുള്ളൂ. നിങ്ങൾ ക്യൂട്ടീൻ്റെ ലില്ലീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി. അവരവിടെ ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. അവർക്ക് വിശക്കുന്നുണ്ടാവും. ആ എടി, ഞാൻ അവരെ എടുത്തു തന്നെയാ. ആ ക്യൂട്ടി ഇത് പാവ കൊണ്ട് കളിച്ചോട്ടോ. ലില്ലി എവിടെ? ലില്ലി കൊച്ചേ വാ, ലില്ലി വാ. ലില്ലി എന്താ ഒറ്റക്ക് അവിടെ ഇങ്ങനെ ഇരിക്കണേ? ലില്ലിക്കൊച്ചേ പന്ത് കൊണ്ട് കളിച്ചോട്ടോ. ഞാൻ അവിടെ എങ്ങും പോയി ഇരിക്കട്ടെ. കാല് വേദനിക്കുന്നു. ഒന്ന് പോയി ഇരുന്നാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. നാളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് വരുമ്പോൾ ഡോക്ടറൊക്കെ ഒന്ന് കാണിക്കാം. എനിക്കും ഡോക്ടറൊക്കെ ഒന്ന് കാണണം. എനിക്കും വേദനകളിലൊക്കെ ഒന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ഈ ക്ലാസ് പോയി കഴുകട്ടെ. അവളെന്താടി ഇപ്പോഴും എണീക്കാത്തത്? എത്ര നേരമായി? അലാറം വൈകി അണിച്ചിട്ട് ഇത്ര നേരമായില്ലേ? അവളെന്താ ഇപ്പോഴും എണീക്കാത്തത്? അവൾ എണീറ്റ് വന്നോളും. അവൾ ഇന്നലെ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയി വന്നതല്ലേ. അവൾ ആ ക്ഷീണത്തിൽ കിടക്കുകയായിരിക്കും. അവളൊന്ന് കിടന്നോട്ടെ. അല്ലെങ്കിൽ എന്നും അവൾ നേരത്തെ എണീക്കാറില്ലേ. ഇതെന്തായാലും കുറച്ച് നേരം കിടന്നോട്ടെ. അവൾ എണീക്കുമ്പോൾ എണീച്ചോളും. ഞാനിപ്പോൾ എന്തായാലും വിളിക്കാനൊന്നും പോണില്ല. അവൾ എണീറ്റ് വന്നോളും. അവൾ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും. ആ കൊച്ചിന് ക്ഷീണം ഉണ്ടാവും. എന്തൊരു കഷ്ടപ്പോയേക്കും അലാറടിച്ചു. ഭയങ്കര ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പല്ല് പോയി തേക്കാം. ഏതായാലും എണീറ്റില്ലേ. നേരം ഒരുപാടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോയി ഒന്ന് ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേക്കാം. ബ്രഷ് എവിടെ? തപ്പിയിട്ടും കാണുന്നില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ബാത്റൂമിൽ പോവാം. സമാധാനം. ഇനി ബ്രഷ് തപ്പണം. ബ്രഷ് കാണാനില്ലല്ലോ. ബ്രഷ് അപ്പുറത്താണല്ലേ. ഇവിടെയൊക്കെ വെള്ളം ചിന്തിച്ചിട്ടില്ല. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോയേക്കും ഞാൻ വെള്ളത്തിൽ വീണു. ഇത് എന്തൊരു കഷ്ടം. വെള്ളം അപ്പോയേക്കും വന്നു. ഇന്നലെ കുളിച്ചതല്ലേ, പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പുറത്തേക്ക് വെള്ളമായിട്ടുണ്ടാവും. ഇപ്പം ഇതായി തുടക്ക വേഗം. എന്തൊരു കഷ്ടമായി തുടക്കാൻ. ഇവിടെയും ഉണ്ടോ? അങ്ങ് തുടച്ച് തീർത്താൽ സമാധാനം. വെള്ളം പോയി. ഇനിയിപ്പോൾ എന്തായാലും വേഗം പോയി പല്ല് തേക്കാം. ബ്രഷേ വാ. ബ്രഷേ. പല്ല് തേച്ചു. ഇനിയിപ്പോൾ ഒരു കുളി അങ്ങ് പാസ്സാക്കാം. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കണ്ടല്ലോ. കുച്ചു തീവണ്ടി കൂക്കിപ്പായും തീവണ്ടി കുളിച്ചു. സമാധാനം. ഇനിയിപ്പോൾ ഏത് ഡ്രസ്സ് ഇടും? ഈ ഡ്രസ്സ് ഇടാം. എന്തായാലും ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. പിന്നെയും വെള്ളമായോ? ഇതിപ്പോൾ എന്തൊരു കഷ്ടം. ഇനിയിപ്പോൾ ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. മുടി ഉണക്കണമല്ലോ. മുടി ഉണക്കല്ലാതെ വയ്യില്ല. എന്തായാലും ഇപ്പോൾ മോയ്സ്ചറൈസർ ഇടാം. മുടി ഉണക്കാൻ ഹെയർ ഡ്രയർ കിട്ടി. മുടി ഉണക്കാം. ഉറക്കം വരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തോന്നിടും? കുറച്ച് കോമ്പാക്ട് പൗഡർ ഇടാം. ഇത്രയൊക്കെ മതി സ്കിൻ കെയർ ഒക്കെ ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് ഇടേണ്ടി വരും. ഏത് ഡ്രസ്സ് ഇടും? എന്തായാലും ഇപ്പോൾ ഈ കുപ്പായ ഇടാം. തണുപ്പൊക്കെ അല്ലേ. ഈ കുപ്പായ ഇടണോ? ഇടാം. എന്തായാലും ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ.
ആ നല്ല രസമുണ്ട്. ഇപ്പം ഇത് പോയി തിരുമ്പണം. ഈ മിടി ഇടാം, അപ്പം നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ കുപ്പായം ഈ കുപ്പായം ഇടാം, അതാവുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഈ വലുപ്പ് തുറന്നു. ഇനിയിപ്പോൾ ഇത് പോയി തിരുമ്പാനിടാം. എൻ്റെ ഈ ഡ്രസ്സും എടുക്കാം. എന്തായാലും തിരുമ്പാൻ പോവല്ലേ. വാവയൊക്കെ എണീറ്റിട്ടുണ്ടാവും. വാവ എന്നെ ഇന്നലെ കണ്ടിട്ടേ ഇല്ല. ഇപ്പം 2 ദിവസമായിട്ട് അവളെ ഒന്ന് കാണണം. ഇന്നലെ വന്നപ്പോൾ അവൾ അവിടെ ഉറങ്ങി. ഇനി തിരുമ്പാനിടാം, എന്നിട്ട് താഴത്തോട്ട് അങ്ങ് പോവാം. വാഷിംഗ് മെഷീനിലേക്ക് ഇടാം. ഇനി അങ്ങ് താഴത്തേക്ക് പോവാം. എന്തായാലും ഇനി താഴത്തേക്ക് പോവാം. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫാണല്ലോ. ഇവിടെ ഇപ്പം എന്തായാലും കുറച്ചേരം ഇരിക്കാം. ഇപ്പം താഴത്തേക്ക് തന്നെ പോവാം. വാവൊക്കെ എണീറ്റിട്ടുണ്ടാവും, അവളൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഇപ്പം താഴത്തോട്ട് ഞാൻ പോവേണ്ടി വരും. ലൈറ്റ് ഓഫാണല്ലോ. ഈ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഈ ലൈറ്റ് ഓഫാ. ഓക്കെ, നമുക്ക് പോവാം. ഈ ലൈറ്റ് ഓഫാക്കണം. കറണ്ട് ബില്ല് കൂടണ്ട. അയ്യോ, ഈ നല്ല രസമുണ്ടല്ലേ. കർട്ടൻ തുറന്നപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് ഫുൾ ഉറക്കക്ഷീണമുണ്ട്. 2 ദിവസത്തെ. കുറച്ചു നേരം ബാൽക്കണിയിൽ ഇരിക്കുക. ഉറക്കം വരുന്നു മനുഷ്യന്. ഉറക്കം ശരിയാവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അലാറം വെച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങി പോകും. വാവ എണീറ്റോന്നാവോ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് മമ്മ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് മോളെ. ബേബി എണീറ്റോ? വാവ എണീറ്റിട്ടില്ല. ബേബി അവിടെ കിടന്ന് ഉറങ്ങാം. ബേബിക്ക് എന്തേന്നാവോ ഇന്ന് കുറച്ചേരൊക്കെ കിടന്നിട്ടുണ്ട്. മോളെ, അവിടെ ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ടേബിളിൽ ചായ കുടിച്ചോ? ഞാനേ കോഫി കുടിച്ചു മമ്മ. നല്ല ടേസ്റ്റുള്ള കോഫി. ക്യൂട്ടീനെ ലില്ലിനൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. ക്യൂട്ടി ഇനി വന്നേ. ക്യൂട്ടിക്ക് ഇപ്പം നമ്മളൊന്നും വേണ്ടിയില്ലല്ലോ. എന്നൊക്കെ മറന്നോ? ക്യൂട്ടി വന്നു കേട്ടോ. ലില്ലി പിന്നെ മമ്മയുടെ അടുത്തേക്ക് വന്നു. നമ്മളെ അടുത്തൊക്കെ ഒന്നും ഇപ്പൊ ലില്ലിക്ക് ഇല്ലല്ലേ. സങ്കടം ഉണ്ട് കേട്ടോ ലില്ലി. പപ്പ നോക്കിയേ, ലില്ലിന്റെ ബെഡ് ലൈറ്റ് കത്തുന്നില്ലല്ലോ. അത് കത്തിക്കോളും മോളെ. നോക്കിയേ, ലില്ലി ഇല്ലേ പപ്പ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. വന്നു ലില്ലി പൂച്ചേ, ലില്ലി. അപ്പൊ ഞാൻ മറന്നിട്ടൊന്നുമില്ല അല്ലേ രണ്ടുപേരും? ഇനി പോയി കിടന്നു കേട്ടോ. ഉറങ്ങിയില്ലേ? ക്യൂട്ടി ഇനി പോയി കിടന്നു കേട്ടോ. ബേബി ഇപ്പോഴും എണീറ്റിട്ടില്ല മമ്മ. എൻ്റെ ബേബി ഇത്ര നേരം, സാധാരണ ഇത്ര നേരം ബേബി ഉറങ്ങാറില്ലല്ലോ. പറഞ്ഞത് ശരിയാ മോളെ. ഓൾ ഇത്ര നേരമൊന്നും ഉറങ്ങാറില്ല. എന്താണാവോ, ഇന്നലെ വൈകിയാ കിടന്നത്. എണീക്കുമായിരിക്കും. വൈകി കിടന്നെങ്കിലും എണീക്കാനൊക്കെ ടൈമായി. ബേബി എണീറ്റോ? ബേബി എന്താ ഇത്ര വൈകിയേ? മമ്മി കെട്ടിപ്പിടിക്കോ. ഇതൊക്കെ ദീദി വന്നിട്ടുണ്ട്. ഇതൊക്കെ ദീദി വന്നു. ദീദിന്റെ ബേബി എവിടെ? നമുക്ക് പാല് കുടിച്ചിട്ട് ദീദിന്റെ അടുത്തേക്ക് പോവാട്ടോ. പോവാട്ടോ, എന്നാ പാല് കുടിക്കേ. പോവാട്ടോ. ആദ്യം നമുക്ക് കുള്ളു കുളിക്കാം. നമുക്ക് കുളിച്ചിട്ട് പോവാട്ടോ ദീദിൻ്റെ അടുത്തേക്ക്. അല്ലെങ്കിൽ ദീദിക്ക് ബേബിന് മണക്കില്ലേ. ബേബി നമുക്ക് കുളിച്ചിട്ട് പോവാട്ടോ ദീദിൻ്റെ അടുത്തേക്ക്. ഇപ്പം ബേബി ഏത് ഡ്രസ്സിടും? ഈ ട്രൗസറും കുപ്പായിടണോ? എന്നാൽ നമുക്ക് അതിടാട്ടോ. നമുക്ക് കുളിച്ചിട്ട് ദീദിൻ്റെ അടുത്തേക്കും പപ്പൻ്റെ അടുത്തേക്കും ഒക്കെ പോവാട്ടോ. നമുക്ക് മുകളിൽ പോയി കുളിക്കാം. ദീദി ഇവിടെ ഡ്രസ്സ് തിരുമ്പാട്ടിട്ടുണ്ടല്ലോ. അവളിത് മറന്നിട്ടുണ്ടാവും. എന്തായാലും ഇപ്പം ഡ്രസ്സ് പോയി ഷെൽഫിലോട്ട് വെക്കാട്ടോ. ദീദിൻ്റെ ഷെൽഫിലോട്ട് വെച്ചിട്ട് നമുക്ക് കുളിക്കാട്ടോ.
സ്ലെഫ് അല്ല, ഷെൽഫ്. എന്താ ഷെൽഫ്? ആ പറഞ്ഞത് മതി. ഇതേ കുളിക്കാം നമുക്ക്. ഇതാ ദീദിൻ്റെ ബാത്ത് ടബൊക്കെ കയറിക്കോ. നമുക്ക് സോപ്പ് തേച്ച് നല്ലവണ്ണം കുളിക്കാട്ടോ. ആഹാ, സുന്ദരി കുട്ടിയായി കുളിച്ച് കഴിഞ്ഞു. നമുക്കിത് ഈ ഡ്രസ്സും കൂടി ഇടാം. അയവ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബേബീനെ കാണാൻ. ഇതേ നമുക്ക് ഡ്രസ്സ് പോയി തിരുമ്പണ്ടേ. നമുക്ക് ഈ ബേബീൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാം കേട്ടോ. ഇരിക്കാട്ടോ. ഇതാ ഇവിടെ ഇരുന്നോ. ചുമക്കുന്നുണ്ടോ? സാരില്ല കേട്ടോ, നമുക്ക് നാളെ ഡോക്ടറെ കാട്ടാട്ടോ. നമുക്ക് പപ്പയോട് പറയാട്ടോ. ബാൽക്കണിയിലോട്ടൊന്ന് പോയി നോക്കാം. ഹായ്, നല്ല രസമുണ്ട്. ഓ, ഇതിങ്ങനെ നീക്കാം. അയ്യവ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഇവിടെ കിളികളൊക്കെ ഇപ്പം കാണൽ കുറവാണല്ലോ. വണ്ടി ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ആവശ്യമുള്ള സമയത്ത് ഒരു വണ്ടി ഉണ്ടാവില്ല. നല്ല ഭംഗിയുണ്ടോ? ഇഷ്ടായോ? അതെ, നമ്മളെ ഡ്രസ്സില്ലേ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രസ്സ് പിടിച്ചോ. നമുക്ക് ബാൽക്കണി പോയി അടച്ച് പോവാട്ടോ. അതെ, നമ്മൾ കർട്ടനൊക്കെ ഇട്ട് ഇനി നമുക്ക് പോവാട്ടോ. ഇതാ നമ്മൾ ദീദിൻ്റെ അടുത്തും പപ്പൻ്റെ അടുത്തും എത്തിട്ടോ. നമുക്ക് ഈ ഡ്രസ്സ് ഒന്നും ഇവിടെ തൂക്കിയാണ്ട് പോവാട്ടോ. നമുക്കിപ്പം പപ്പൻ്റെയും ദീദിൻ്റെ അടുത്ത് എത്തിട്ടോ. ദീദിൻ്റെ ബേബി എവിടെ? ഇന്നലെയൊക്കെ ബേബി എവിടെ ആയിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ദീദിയല്ലേ എവിടേക്കോ പോയത്. ആണോ? സാരില്ല കേട്ടോ. ഇനിയിപ്പോ പപ്പന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയേ. പപ്പന്റെ ബേബി എവിടെ? നമുക്ക് കളിക്കാം. പപ്പന്റെ കുട്ടിയാണ് ബേബി, പപ്പന്റെ കുട്ടിയാണ് ബേബി. അപ്പോഴേക്കും ഉറങ്ങാനായോ? വൈകിട്ടല്ലേ വാവ എണീറ്റത്? അല്ലോ, കിടത്തിയപ്പോ തന്നെ ഉറങ്ങിയോ? നല്ല ഉറക്കമുണ്ട്. ഉറക്കക്ഷീണം നല്ല ഉണ്ട്. മമ്മ, ബേബി ഉറങ്ങിട്ടോ? അവൾ അപ്പോഴേക്കും ഉറങ്ങിയോ? എന്തായാലും ഇപ്പം ഞാൻ പോയി കുളിക്കട്ടെ, അതാവും നല്ലത്. പിന്നെ അവൾ എണീക്കുകയാണെങ്കിലൊക്കെ എനിക്ക് പിന്നെ കുളിക്കാനൊന്നും സമയം കിട്ടലുണ്ടാവില്ല. നിങ്ങൾ കുളിക്കാണ്ടെങ്കിൽ വേഗം പോരിട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അവളെത്തി എണീറ്റാൽ നിങ്ങളുടെ കയ്യിലേക്കാരം അവൾ വരില്ലേ. അവൾക്ക് പണിയൊക്കെ ഉണ്ടാവും. നിങ്ങളും എന്നാൽ കുളിക്കാൻ പോരി. ഞാനും കുളിക്കാൻ വരാം. വാ, ഞാനും കുളിക്കാൻ വരാം. എന്നാൽ ഞാൻ മോൾക്ക് പോയിട്ടോ, നിങ്ങൾ പോരി. മുകളിലെത്തി. ഇനിയിപ്പോൾ കുളിക്കാം. ഈ ഡ്രസ്സ് ഇപ്പം ഞാൻ എവിടെ വെക്കും? ഇവിടെ ഇരുന്നോട്ടെ ഇപ്പോൾ ഡ്രസ്സ്. ഇനി എന്തായാലും കുളിക്കാം. അപ്പോഴേക്ക് ഇവിടേക്ക് വെള്ളം ചിന്തുന്നുണ്ടോ? കുളിക്കാം. കുളിച്ച് കഴിഞ്ഞു. ഇവിടെ വെള്ളമൊക്കെ ചിന്തി. ഒന്ന് മുഖമൊക്കെ ഒന്ന് തുടക്കം മുഖം. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് ഇടട്ടെ. ഇവിടെ ഫുൾ വെള്ളം ചിന്തി. ജസ്റ്റ് ഒന്ന് തുടക്കാം. വെള്ളം വേഗം പോകുന്നുണ്ട്. ഇനി ഞാൻ ഡ്രസ്സ് ഇടട്ടെ.
അപ്പോഴേക്കും ഇക്ക വരും. ഓ എൻ്റെ ഡ്രസ്സ്, ഞാൻ ഡ്രസ്സ് ഇട്ടു. അയവ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഈ കുപ്പായം. നല്ല രസം. എന്തായാലും ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടാം, നോക്കി നിൽക്കണ്ട. ഹായ്വ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോളെ അഭിപ്രായമൊക്കെ ചോദിച്ച് നോക്കാം. എന്തായാലും ഞാനിപ്പോൾ ഈ ഡ്രസ്സ് പോയി വാഷിംഗ് മെഷീനിലോട്ട് ഇടാം. ഇക്കാൻ്റെ ഡ്രസ്സും കൂടി ഇടുമ്പോൾ അപ്പോൾ ഒരുമിച്ചിടാം. വന്നു. ഇതൊക്കെ എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, അടിപൊളി ഡ്രസ്സ്. ഞാൻ കുളിക്കട്ടെ കേട്ടോ. അല്ല, ഏതായാലും അത് എൻ്റെ സെലക്ഷൻ തന്നെ അല്ലേ? നിങ്ങളുടെ സെലക്ഷനൊക്കെ തന്നെ രസമൊക്കെയുള്ള സെലക്ഷനാണ്. എൻ്റെ സെലക്ഷൻ പണ്ടേ സൂപ്പർ അല്ലേ? സൂപ്പറാണേ. ഞാൻ കുളിച്ചു, ഇനി എൻ്റെ ഡ്രസ്സ് ഇടട്ടെ. ഡ്രസ്സ് എവിടെ? എൻ്റെ ഡ്രസ്സ് കിട്ടി. ഞാനെൻ്റെ പാൻറ്റും ഇട്ടു, കുപ്പായം ഇട്ടു. നീ ഡ്രസ്സ് തിരുമ്പണ്ടേ? എടീ, ഇത് തിരുമ്പിക്കോ, ഞാനൊന്ന് മുഖം തോത്തിയിട്ട് വരാ. മുഖം തോത്തി. ഇതാ എൻ്റെ ഡ്രസ്സ്, തിരുമ്പിക്കോ കേട്ടോ. ഇതാ എൻ്റെ ഡ്രസ്സ്. എന്നാ ഞാൻ വാഷിംഗ് മെഷീനിക്ക് ഇടുന്നുണ്ട് കേട്ടോ. ശരി, വാഷിംഗ് മെഷീൻ കിട്ടാളി. ഇനിയിപ്പോൾ ഇങ്ങനെ തിരുമ്പി കിട്ടണമല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കാം. ഡ്രസ്സ് തിരുമ്പി കിട്ടി. വാഷിംഗ് മെഷീനിലിട്ടാൽ പെട്ടെന്ന് തിരുമ്പി കിട്ടും. ഇനിയില്ലേ, ഞാൻ താഴത്തേക്ക് പോവാണ് കേട്ടോ. ഞാനും വരാം. ഞാൻ താഴത്ത് എത്തി. സന്ധ്യയായല്ലോ, നേരം ഈവനിങ് ആയി. മോളെ വാവ എണീറ്റിട്ടില്ലല്ലോ? ഇല്ല മമ്മ, ബേബി എണീറ്റിട്ടില്ല. അവളിപ്പല്ലേ കിടന്നിട്ടുള്ളൂ. ഡ്രസ്സ് ഷെൽഫിലേക്ക് വെച്ചു. ഇനി ഞാൻ ഈ സോഫയിലൊന്ന് ഇരിക്കട്ടെ. ലൈറ്റൊക്കെ ഇട്ടോ? ലൈറ്റ് ഇടാം. വൈകുന്നേരമായില്ലേ, ലൈറ്റ് ഇടാം. എന്ത് രസമായി ഇപ്പോൾ കാണാൻ. ലൈറ്റ് ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് വീടൊക്കെ കാണാൻ. പപ്പ എവിടെ മമ്മ? പപ്പ വന്നിട്ടില്ലേ? പപ്പ അവിടെ ഉണ്ട് മോളെ. സമയം രാത്രിയായിട്ടോ. സമയം രാത്രിയായേ. ഞാനിവിടെ ഉണ്ട് മോളെ. പപ്പ ഇതാ, ഞാനിവിടെ ഉണ്ട്. അതേ, വാവ എണീറ്റുട്ടോ. ആണോ? പപ്പയെ ഭയങ്കര ഇഷ്ടാണോ? പപ്പക്ക് ബേബിനെയും ഭയങ്കര ഇഷ്ടാട്ടോ. അവിടെ പോയാൽ മോൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, മോള് വീണ് പോവും. പപ്പ പറഞ്ഞത് ശരിയാ, ബേബി വീണ് പോവും. പപ്പയും ദീദിയും പറഞ്ഞത് ശരിയാട്ടോ, മോള് വീണ് പോവില്ലേ? അല്ലോ മോളെ, ഒരു വിശേഷം പറയാൻ മറന്നുപോയല്ലോ. മോള് ടൂറ് പോയ വിശേഷം ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. മമ്മ, അതൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ മമ്മ, ഞങ്ങൾ ടൂറ് പോയി. ഞങ്ങൾ അവിടെ ഭയങ്കര ഭംഗിയുണ്ട് മൂന്നാറ് കാണാൻ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ടീച്ചേഴ്സിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ചു ബസ്സിൽ. പിന്നെ ഞങ്ങളതൊക്കെ വീഡിയോ എടുത്തു. ടീച്ചർ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ബേബിക്കും മമ്മക്കും പപ്പക്കും ഒക്കെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് മുകളിലുണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ബേബിക്ക് ഒരുപാട് സാധനം ദീദി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യൂട്ടിക്കും ലില്ലിക്കും പപ്പക്കും മമ്മക്കും ബേബിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പയും അത് ചോദിക്കാൻ മറന്നുപോയി മോളെ. എന്തൊക്കെയുണ്ടായതിനു ശേഷം നല്ല ഭംഗിയുണ്ടായിരുന്നു. പപ്പ പറഞ്ഞില്ലേ മൂന്നാർ അടിപൊളിയാണെന്ന്. പപ്പ പണ്ട് സ്കൂൾ കാലത്ത് മൂന്നാറിലോട്ടൊന്നും പോയിട്ടില്ല, ഇവിടെ കോഴിക്കോട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അയ്യേ, പപ്പ കോഴിക്കോടാണോ പോയിട്ടുള്ളത്? മോളെ, മമ്മയും പഠിച്ച കാലത്തൊക്കെ കോഴിക്കോട്ടേക്ക് തന്നെ പോയത്. അക്കാലത്ത് അതൊക്കെ വലിയ സംഭവമായിരുന്നു. വാവ ഉറങ്ങിട്ടോ. വാവേ പാല് കുടിച്ചിട്ട് ഉറങ്ങാം. അക്കാലത്ത് അതൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇക്കാലത്ത് അത് വെറും പുല്ല മമ്മ. ഇപ്പൊ മൂന്നാർ, മൈസൂർ അതൊന്നും അതിനേക്കാളും വലുതാ. ഇപ്പൊ അമേരിക്കയ്ക്കും കൊറിയക്കും തായ്ലാൻഡിക്കൊക്കെ ഇപ്പൊ എല്ലാവരും ടൂറ് പോണത്. നമുക്കും അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകണം കേട്ടോ മമ്മ. പപ്പയോടും കൂടിയാ ഞാനീ പറയണത് കേട്ടോ പപ്പ.
അവിടേക്കൊക്കെ പോവാം മോളെ. അത് ഞാനിപ്പോൾ വാവനെ കിടത്തി. ഇനി ഇതേ ക്യൂട്ടി ലില്ലിയൊക്കെ കിടന്നോട്ടോ. ക്യൂട്ടി ലില്ലി മോളെ അവിടേക്കൊക്കെ പോവാ. പൈസയൊക്കെ വരട്ടെ, പൈസയൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോവാട്ടോ. മോളെ ഇതാ ലൈറ്റുകളൊക്കെ അങ്ങ് ഓഫ് ചെയ്തേ. ഇനി എന്തായാലും കിടക്കാട്ടോ. മോളെ ഞങ്ങളിവിടെ കിടക്കുക. മോൾക്ക് പേടിയാവോ മോൾക്ക് പോവാന്? ഇല്ല മമ്മ, എനിക്ക് പേടിയാവില്ല. മമ്മ കിടന്നോട്ടോ. ഗുഡ് നൈറ്റ് മമ്മ. ഗുഡ് നൈറ്റ് മോളെ, നാളെ കാണാട്ടോ. മമ്മ കിടക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ടോ? ഞാനിവിടെ കിടന്നോളാടി. ശരി പപ്പ, നമുക്കില്ലേ കിടക്കാം. എന്തായാലും ഇരുട്ടായി. ഉറങ്ങിക്ക പപ്പ. എന്നാ ശരി, ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് പപ്പ. ഞാനിനി മോൾക്ക് പോവട്ടെ. ഞാൻ മോളിലെത്തി. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണല്ലോ. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. ഇവിടേക്ക് ലൈറ്റ് ഓഫ് ഓൾറെഡി. ഇനി റൂമത്തെ ലൈറ്റ് ഓഫ് ചെയ്യാം. ഇനി അലാറം വെക്കട്ടെ. ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ. സ്ലീപ്പിംഗ് മാസ്ക് വെക്കാം. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ഡാൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. Thanks for watching. Don't forget to subscribe.